പോവുകയാണ്. പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, നമ്മൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒളിവിലുള്ള കാലമാണ്, കേസുകളാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ പാലക്കാട് ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായ ഒരു ജില്ല കൂടിയാണ്. ആ അർത്ഥത്തിൽ എല്ലാവരും തന്നെ വലിയ ആവേശത്തോടെ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്കും എത്തുന്നു. ഈ വിഷയവും ചർച്ചയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ്. എന്തായാലും കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് പ്രകടനങ്ങൾ? പ്രത്യേകിച്ച് BJP ജില്ലാധ്യക്ഷൻ്റെയൊക്കെ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു. CPIM ഏതെങ്കിലും അർത്ഥത്തിൽ അവിടെ ഭരണം പിടിച്ചാൽ പിന്നീട് ഈ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്താം എന്ന തരത്തിലൊക്കെ വെല്ലുവിളിയൊക്കെ കണ്ടു. എന്തായാലും ദൃശ്യങ്ങളിൽ കാണാം വലിയ ആവേശത്തോടെ LDF പ്രവർത്തകരും വരുന്നത്. വിജീഷ്, LDFിന്റെ പാലക്കാട് നഗരത്തിലെ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആവേശകരമായ ധാരാളം പ്രവർത്തകർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അങ്ങേയറ്റം വരെ കാണുന്ന അത്ര എളുപ്പമല്ല. അത്രത്തോളം പ്രവർത്തകരെ അണിനിരത്തിയാണ് LDF ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിന്റെ പ്രകടനം നടത്തുന്നത്. ഇതിനപ്പുറത്ത് കുറെ പ്രവർത്തകർ കൂടി എത്തിയിട്ടുണ്ട്. അവരെല്ലാം അവിടെ കാണാം. സ്ഥാനാർത്ഥികളാണ് മുൻനിരയിലുള്ളത്. അവരുടെ പിന്നാലെ പ്രവർത്തകരെ അണിനിരത്തി ഒരു കൂറ്റൻ റാലി തന്നെയാക്കി ഈ കൊട്ടിക്കലാശം മാറ്റുകയാണ് LDF. അത്തരത്തിൽ ഈ തവണ നഗരസഭയിൽ, നമുക്കറിയാം പാലക്കാട് നഗരസഭയിൽ താരതമ്യേന LDFിന് ദുർബലമായ സ്വാധീനമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഇത്തവണ ശക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ, നില വലിയ രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള കരുത്തുറ്റ പരിശ്രമങ്ങൾ LDFിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ വീട് കയറിയുള്ള പ്രവർത്തനങ്ങൾ 4ഉം 5ഉം റൗണ്ടുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിനുശേഷം അവസാന റൗണ്ടായി ഈ കൊട്ടിക്കലാശം ആവേശകരമാക്കി മാറ്റുന്ന തരത്തിലുള്ള വലിയ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടൊരു കൂറ്റൻ റാലി തന്നെ LDF സംഘടിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ കോളേജ് റോഡ് കഴിഞ്ഞ് ഈ റാലി സുൽത്താൻ പേട്ടയിലേക്ക് നീങ്ങുകയാണ്. അവിടെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJPയുടെയും ഉൾപ്പെടെയുള്ള റാലികൾ വരും. പാലക്കാട് എല്ലാവരും പല ഇടങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അതിനുശേഷം ഈ സുൽത്താൻപേട്ട ജംഗ്ഷനിലേക്കാണ് റാലികൾ ഉൾപ്പെടെ എത്തിച്ചേരുന്ന സാഹചര്യമുള്ളത്. നിലവിലേതാണെങ്കിലും LDFിന്റെ റാലി അത് വലിയ ആവേശമായി മാറിയിരിക്കുന്നു. സ്ത്രീകളുടെ, അതുപോലെ തന്നെ കുട്ടികളുടെ, യുവാക്കളുടെ, വിവിധ മേഖലയിലുള്ളവരുടെ ഒക്കെ വലിയ പങ്കാളിത്തം ഈ റാലിയിൽ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ എത്രത്തോളം വലിയ ആളുകൾ ഈ പ്രകടനത്തിലുണ്ട് എന്നുൾപ്പെടെയുള്ളത്. CPM ഇത്തവണ, LDF ഇത്തവണ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിനെ കാണിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരുപാട് ആളുകളാണ്. എങ്ങനെയാണ് വിജയപ്രതീക്ഷ? നല്ല വിജയപ്രതീക്ഷയുണ്ട്. ഉറപ്പായും ഇടതുപക്ഷം ഇത്തവണ ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണം കൈവരിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ ആവേശമാണ് ഞങ്ങൾ ഇത്തരം ഒരു കലാശക്കൊട്ടിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് പ്രവർത്തകരൊക്കെ തന്നെയും പറയുന്നത്. അവരുടെ ആവേശമാണ് കാണുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത്രത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിന്റെ ഈ കൊട്ടിക്കലാശത്തിന്റെ മുമ്പുള്ള റാലി, അത് വലിയ പങ്കാളിത്തം തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനുള്ളിൽ സുൽത്താൻപേട്ടയിലേക്ക് റാലി എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാവും. പ്രധാനപ്പെട്ട CPMന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ റാലിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഏതാണെങ്കിലും ആവേശകരമായ ഒരു റാലി സംഘടിപ്പിച്ചുകൊണ്ട് CPM തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ്, LDF തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വ്യക്തമായി പറയുന്നു. അത് പാലക്കാടൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു നിലയായിരിക്കില്ല ഞങ്ങൾക്കുണ്ടാകുക. ഞങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുക കൂടിയാണ് ഈ റാലിയുടെ LDF ചെയ്യുന്നത്. അത്രത്തോളം പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. നിലവിലെ സ്ഥിതിയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് LDF വെക്കുന്നത്. നമുക്ക് ഈ റാലി ഇപ്പോൾ സുൽത്താൻപേട്ടയിലേക്ക് എത്തുകയാണ്. അവിടെ മറ്റു പാർട്ടികൾ കൂടി എത്തുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത് കൂടുതൽ മറ്റ് പാർട്ടികളുടെ കൂടെ തന്നെ നമുക്ക് അവരുടെയും പ്രതികരണം ഉൾപ്പെടെ എടുത്തുകൊണ്ട് അവരുടെ സാഹചര്യം ഉൾപ്പെടെ നമുക്ക് കാണാം. എന്താണെങ്കിലും ആവേശം, പാലക്കാട്ടിലെ കൊട്ടിക്കലാശം ആവേശകരമായ, അതിന്റെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.